SCERT ബേസിക് സയൻസ് പാഠഭാഗങ്ങളിൽ നിന്നുള്ള മറ്റൊരു ഓഡിയോ ക്ലാസ്സാണ്. ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ കാർബണിൻ്റെ ലോകം, ദ്രവഫലങ്ങൾ എന്നീ ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകുന്നതിന് കാരണമായ മൂലകം കാർബൺ. വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകുന്നതിന് കാരണമായ മൂലകമാണ് കാർബൺ. ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങൾ അറിയപ്പെടുന്നത് രൂപാന്തരങ്ങൾ അഥവാ അലോട്രോപ്സ്. ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങൾ അറിയപ്പെടുന്നത് രൂപാന്തരങ്ങൾ. രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് രൂപാന്തരത്വം. കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്തൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ. കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ. വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് വജ്രം. വജ്രത്തിൻ്റെ മികച്ച താപചാലകതയ്ക്ക് കാരണം ശക്തമായ സഹസംയോജക രാസബന്ധനം. വജ്രത്തിൻ്റെ മികച്ച താപചാലകതയ്ക്ക് കാരണം എന്താണ്? ശക്തമായ സഹസംയോജക രാസബന്ധനം. ചെമ്പിനെ അപേക്ഷിച്ച് എത്ര മടങ്ങ് ഉയർന്നതാണ് വജ്രത്തിൻ്റെ താപചാലകത? ചെമ്പിനെ അപേക്ഷിച്ച് 5 മടങ്ങോളം ഉയർന്നതാണ് വജ്രത്തിൻ്റെ താപചാലകത. വജ്രം വൈദ്യുതി കടത്തിവിടാത്തതിന് കാരണം വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ. വജ്രം വൈദ്യുതി കടത്തിവിടാത്തതിന് കാരണം വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ. ബോറോണിൻ്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം നീല. ബോറോൺ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറമാണ് നീല. നൈട്രജൻ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം മഞ്ഞ. നൈട്രജൻ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറമാണ് മഞ്ഞ. വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4. വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4. വജ്രത്തിൻ്റെ മികച്ച താപചാലകതയ്ക്ക് കാരണം എന്താണ്? ശക്തമായ സഹസംയോജക രാസബന്ധനം. കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോണുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 3. ഗ്രാഫൈറ്റിൽ 3 ആണ്. വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4 ആണ്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോണുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കാർബണിൻ്റെ രൂപാന്തരം ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബൺ ആറ്റങ്ങൾ പാളികളായി ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വച്ചിരിക്കുന്ന തരത്തിൽ ഘടനയുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്.
ഗ്രാഫൈറ്റിന് ആ പേര് വരാൻ കാരണമായ പദമാണ് ഗ്രഫീൻ. ഗ്രഫീൻ എന്ന വാക്കിനർത്ഥം എഴുതാൻ കഴിയുന്നത്. ഗ്രാഫൈറ്റിൻ്റെ പാളികൾക്കിടയിൽ നിലനിൽക്കുന്ന ഭൗതിക ബലം ഏതാണ്? വാണ്ടർ വാൾസ്. ഗ്രാഫൈറ്റിൻ്റെ പാളികൾക്കിടയിൽ നിലനിൽക്കുന്ന ഭൗതിക ബലമാണ് വാണ്ടർ വാൾസ്. ഗ്രാഫൈറ്റ് ആറ്റത്തിൻ്റെ പാളികൾക്ക് തെന്നി മാറാൻ കഴിയുന്നതിന് കാരണം എന്താണ്? ദുർബലമായ വാണ്ടർ വാൾസ് ബലം. കാർബണിൻ്റെ അമോർഫസ് രൂപാന്തരങ്ങൾക്ക് ഉദാഹരണമാണ് കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി. ഗ്രാഫൈറ്റിൻ്റെ പാളികൾക്കിടയിൽ നിലനിൽക്കുന്ന ഭൗതിക ബലം ഏതാണ്? വാണ്ടർ വാൾസ് ബലം. ഗ്രാഫൈറ്റ് ആറ്റത്തിൻ്റെ പാളികൾക്ക് തെന്നി മാറാൻ കഴിയുന്നതിന് കാരണം ദുർബലമായ വാണ്ടർ വാൾസ് ബലം. കാർബണിൻ്റെ അമോർഫസ് രൂപാന്തരങ്ങൾക്ക് ഉദാഹരണമാണ് കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് ഫുള്ളറീൻ. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? ഫുള്ളറീൻ. ഫുള്ളറീൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബക്കീബോൾസ്. കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്ന രൂപാന്തരമാണ് സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീൻ. ഫുള്ളറീൻ്റെ ആകൃതി എന്താണ്? സിലിണ്ടർ. ബക്കി ട്യൂബ്സ് എന്നറിയപ്പെടുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനുകൾ. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളികളാണ് ഗ്രഫീൻ. ഗ്രാഫൈറ്റിൻ്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രഫീൻ. ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റാണ് ഗ്രഫീൻ. സ്റ്റീലിനേക്കാൾ 200 മടങ്ങ് ഫലമുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രഫീൻ. സ്റ്റീലിനേക്കാൾ 200 മടങ്ങ് ഫലമുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രഫീൻ. ഷഡ്ഭുജാകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളികളാണ് ഗ്രഫീൻ. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജാകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് ഫുള്ളറീൻ. അപ്പോൾ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ. അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്ന പ്രതിഭാസമാണ് ഹരിതാലയ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഖരരൂപമാണ് ഡ്രൈ ഐസ്. ഹരിതാലയ പ്രഭാവം മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ശരാശരി താപനില ഉയരുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം. ശീതീകാരിയും സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഖരരൂപമാണ് ഡ്രൈ ഐസ്. എയർ എക്സ്റ്റിങ്ക്വിഷറിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുവാണ് ABC ഡ്രൈ പൗഡർ. എയർ എക്സ്റ്റിങ്ക്വിഷറിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തു ഏതാണ്? ABC ഡ്രൈ പൗഡർ. മോണോ അമോണിയം ഫോസ്ഫേറ്റിൻ്റെയും അമോണിയം സൾഫേറ്റിൻ്റെയും മിശ്രിതമാണ് ABC ഡ്രൈ പൗഡർ. മോണോ അമോണിയം ഫോസ്ഫേറ്റിൻ്റെയും അമോണിയം സൾഫേറ്റിൻ്റെയും മിശ്രിതമാണ് ABC ഡ്രൈ പൗഡർ. കാർബൺ വളരെയധികം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ വളരെ അധികം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. വളരെ അധികം കാർബൺ കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ വളരെയധികം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. വളരെയധികം കാർബൺ കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഉണ്ടാകുന്നതാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. കാർബൺ മോണോക്സൈഡിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വാതക ഇന്ധനമായി ഉപയോഗിക്കുന്നു. വ്യാവസായ ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകരിയായി ഉപയോഗിക്കുന്നു.
CO2 കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ തുടങ്ങിയ അജൈവ സംയുക്തങ്ങൾ ഒഴിച്ചുള്ള കാർബണിക സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് ഓർഗാനിക് സംയുക്തങ്ങൾ. കാർബണിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 4. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് കാർബണുകൾ. ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവാണ് കാറ്റിനേഷൻ. ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവാണ് കാറ്റിനേഷൻ. കാറ്റിനേഷനുള്ള കഴിവ് കൂടുതലുള്ള മൂലകമാണ് കാർബൺ. കാറ്റിനേഷനുള്ള കഴിവ് കൂടുതലുള്ള മൂലകമാണ് കാർബൺ. കാർബണിക സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പ്രത്യേക ശാസ്ത്രശാഖയാണ് കാർബണിക രസതന്ത്രം. ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന 2 ഫലങ്ങൾ ഏതൊക്കെയാണ്? വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരവും വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ഫലവും. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിന്മേൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ഉദാഹരണം, ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നത്. മുകളിലേക്ക് ഉയർന്നു പറക്കുന്നത് പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണമാണ്. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും വസ്തുവിൻ്റെ വ്യാപ്തവും. മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിൽ എടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാൽ. മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിൽ എടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാൽ. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വമാണ് ആർക്കിമിഡീസ് തത്വം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വമാണ് ആർക്കിമിഡീസ് തത്വം. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m³. മണ്ണെണ്ണയുടെ എത്രയാണ്? മണ്ണെണ്ണയുടെ 810 ഉപ്പുവെള്ളത്തിൻ്റെ 1025. അപ്പോൾ kg/m³. അതിൽ ജലത്തിൻ്റെ 1000ഉം മണ്ണെണ്ണയുടെ 810ഉം ഉപ്പുവെള്ളത്തിൻ്റെ 1025ഉമാണ്. ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. പാലിലെ ജലത്തിൻ്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് പാസ്കൽ നിയമം. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നമ്മൾ ആദ്യം പഠിച്ച നിയമം ഏതാണ്? പ്ലവക്ഷമ ഫലമാണ്. എന്താണ് പ്ലവക്ഷമ ഫലം? ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിന്മേൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ്. പ്ലവക്ഷമ ബലം. ഇനി ആർക്കിമിഡീസ് തത്വം എന്താണ്? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്നതാണ് ആർക്കിമിഡീസ് തത്വം.
ഒരു സംവൃത വ്യൂഹത്തിലടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് പാസ്കൽ തത്വം. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ് എന്നിവ പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനമായ നിയമം ഏതാണ്? പാസ്കൽ നിയമം. പാസ്കൽ നിയമത്തിന് എക്സാമ്പിളാണ് ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ്. പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്ലെയ്സ് പാസ്കൽ. കണക്കുകൂട്ടൽ യന്ത്രമായ പാസ്കൽസ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച വ്യക്തിയാണ് ബ്ലെയ്സ് പാസ്കൽ. ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരായി ജലം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് കേശിക ഉയർച്ചയും ജലം താഴേക്ക് താഴ്ന്നു നിൽക്കുന്നത് കേശിക താഴ്ചയുമാണ്. ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നത് അറിയപ്പെടുന്നത് പ്രതലബലം. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതും ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് കിടക്കുന്നതിനും കാരണം എന്താണ്? പ്രതലബലം. പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ഏതുതരം ആകർഷണ ബലമാണ്? കൊഹിഷൻ ബലം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. അഡ്ഹിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതൽ ആയാൽ സംഭവിക്കുന്നത് കേശിക ഉയർച്ചയും അഡ്ഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ സംഭവിക്കുന്നത് കേശിക താഴ്ചയുമാണ്. ഒരു കുഴലിനകത്തെ ദ്രാവകത്തിൻ്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലമാണ് അഡ്ഹിഷൻ ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണമാണ് വിസ്കസ് ബലം. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധം അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി. എന്താണ് വിസ്കസ് ബലം? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? വിസ്കോസിറ്റി കുറയുന്നു. അപ്പോൾ ഏതൊക്കെ ബലങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? പ്ലവക്ഷമ ബലം പഠിച്ചു, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, പിന്നെന്താ കേശികത്വം, പ്രതലബലം, വിസ്കസ് ബലം. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററുകളിൽ നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.